അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബദർ ദിനമാണ്. എന്താണ് ബദർ? സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യൗമുൽ ഫുർഖാൻ എന്നാണ് ബദറിനെ കുറിച്ച്. യൗമുൽ ഫുർഖാൻ അതായത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് സംഭവിച്ച് സത്യം വിജയിച്ച ദിവസം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിരായുധരായ 313 പാവപ്പെട്ട സ്വഹാബാക്കളും സർവായുധ വിഭൂഷിതരായി സർവസന്നാഹങ്ങളോടുകൂടെയും വരുന്ന അവരുടെ ഇരട്ടിയുള്ള ഒരു വലിയ സംഘത്തോട് അല്പം പോലും ഭയമില്ലാതെ അവരുടെ ഈമാനിൻ്റെ പവർ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഈമാനികമായ അചഞ്ചലത കൊണ്ട് വിജയിച്ച് കയറിയ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് വിജയിച്ച് കയറിയ ഒരു യുദ്ധം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ യുദ്ധം വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പ് നേടിയതായിരിക്കുന്ന യുദ്ധം. കാരണം ഈ ദീനിൻ്റെ നിലനിൽപ്പാണിത്. ഇവിടെ ഈ സംഘം പരാജയപ്പെട്ടാൽ നിന്റെ ദീൻ നാമാവശേഷമാകും റബ്ബെ, അതുകൊണ്ട് നിന്റെ സഹായം വേണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. ബദറിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ച് വിജയിച്ചു. ഈ ബദറിൽ പങ്കെടുത്ത ആളുകൾ 313 സ്വഹാബാക്കൾ, അതിൽ നിന്നും ഷഹീദായ 14 ആളുകൾ. ഈ 313 സ്വഹാബാക്കൾക്കുള്ള ശ്രേഷ്ഠത മറ്റാർക്കുമില്ല. ഒരുപാട് ശ്രേഷ്ഠതയാണ് ഇവർക്കുള്ളത്. ബദറിൽ പങ്കെടുത്തു എന്നതാണ് അതിന് കാരണം. ഇസ്ലാമിൻ്റെ പ്രധാനമായിരിക്കുന്ന ഒരു സംഘടനം, അതിൻ്റെ മുമ്പ് എന്താണ് ശേഷം എന്താണ് എന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുക, അല്ലെങ്കിൽ സ്വന്തം ജീവനും മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുക എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അതേ ഒരു നീയത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ട പാവപ്പെട്ട നിഷ്കളങ്ക ഹൃദയരായ 313 സ്വഹാബാക്കൾ. അതുകൊണ്ടു തന്നെ അവരുടെ പദവി വല്ലാതെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ചോദിച്ചുവത്രേ, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങൾക്കിടയിൽ ബദരീങ്ങളുടെ സ്ഥാനം എന്താണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീന, അതല്ല മിൻ അഫ്ളലിൻ നാസി എന്നാണ് ഒരു റിവായത്തിൽ കാണാം. ജനങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ എന്നാണ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, മലക്കുകളിൽ ബദറിൽ പങ്കെടുത്ത ആളുകൾ അവരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ബദരികളുടെ മഹത്വം പറയാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? നമുക്കറിയാലോ, മഹാനായിരിക്കുന്ന ഹാത്തിബ് ബിൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഒരു രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഒരു കുറ്റം ചെയ്തു. അള്ളാഹുവിൻ്റെ ഹബീബ് പിടികൂടി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ന്യായം വ്യക്തമാക്കി, സ്വന്തം സ്വത്തും കുടുംബാംഗങ്ങളും ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ അവർക്ക് ഏതെങ്കിലും ഒരു രഹസ്യം ചോർത്തിക്കൊടുത്താൽ അത് കാരണം എൻ്റെ കുടുംബത്തെയും സ്വത്തിനെയും അവർ സംരക്ഷിക്കുമല്ലോ എന്നുദ്ദേശിച്ചു കൊണ്ടാണ്, അല്ലാതെ കുഫ്ർ എന്ന നിലക്കോ രാജ്യദ്രോഹം ചെയ്യുക എന്ന നിലക്കോ ഞാൻ ചെയ്തതല്ല പുണ്യ റസൂല് എന്ന് മഹാനായിരിക്കുന്ന ഹാത്തബ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദഖ, ഹാത്തബ് പറഞ്ഞത് സത്യമാണ്. എന്നാൽ അത്യാവശ്യം ആവേശമുള്ള മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ആ മുനാഫിഖിൻ്റെ പെരട് ഞാൻ വെട്ടട്ടെ റസൂലേ, ഇന്നഹു ഖദ് ഖാന അല്ലാഹ വ റസൂലഹു, അള്ളാഹിനെയും റസൂലിനെയും വഞ്ചിച്ചില്ലേ, അവൻ മുനാഫിഖാണ്, അവനെ ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് പുണ്യ റസൂൽ പറഞ്ഞത്, ഇന്നഹു ഖദ് ഷഹിദ ബദറൻ, അവൻ ബദറിൽ പങ്കെടുത്ത ആളാണ് ഉമറെ, വമാ യുദ്രീക് ലഅല്ലല്ലാഹ ഇത്തലഅ അലാ അഹ്ലി ബദരിൻ ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും. അല്ലാഹു തആല ബദരീങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങുന്നുണ്ട്, ബദരീങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പുറത്തു തരാം. മഹാനായിരിക്കുന്ന ഹാത്തബ് ബദറിലും ഹുദൈബിയയിലും പങ്കെടുത്ത സഹാബിയാണ്. പിന്നെ എങ്ങനെയാണ് ഉമറെ നീ കൊല്ലണമെന്ന് പറയുന്നത്? അത് തെറ്റാണ്. ബദറിൽ പങ്കെടുത്തു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഹാത്തബ് റളിയല്ലാഹു അൻഹു ഒരു രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്നും വരെ മോചിപ്പിക്കപ്പെടുന്ന സാഹചര്യം.
അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു അടിമ പരാതി പറഞ്ഞ് എന്നെ ദ്രോഹിച്ചുവെന്നോ ആക്രമിച്ചുവെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്തും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖദ് ഷഹിദ ബദ്റൻ വൽ ഹുദൈബിയ, ബദറിലും ഹുദൈബിയയിലും പങ്കെടുത്ത ഒരു സഹാബിയാണ് അദ്ദേഹം എന്ന. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവരുടെ മഹത്വമാണ്. ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ബദർ ദിനം ആചരിക്കുന്നതും ബദരീങ്ങളുടെ പേര് ചൊല്ലിക്കൊണ്ട് അവരുടെ അസ്മാവ് ഉരുവിട്ടുകൊണ്ട് അതിനെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും. ഇഷ്ടമുള്ളവർ അത് വിശ്വസിക്കുന്നവർ ചെയ്യാം, അല്ലാത്തവർക്ക് അതൊന്നും ചെയ്യാതെ തന്നെ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കി നമ്മളുടെ ഈമാനികമായ ആവേശത്തെ ഒന്ന് ശക്തിയാക്കാൻ കൂടി നമുക്ക് സാധിക്കും. ഈ ബദർ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? എത്ര ന്യൂനപക്ഷമായിരുന്നാലും മറ്റാരും സഹായത്തിനില്ലെങ്കിലും യഥാർത്ഥ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ വിളിക്കാൻ, ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഏതൊരു സാഹചര്യത്തിലും റബ്ബിൻ്റെ സഹായമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ മാത്രം പ്രാപ്തമായ ചരിത്ര സത്യങ്ങളാണ് ബദർ നമുക്ക് മുന്നിൽ തുറന്നിട്ട് തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബദർ ദിനത്തിൽ ബദരീങ്ങളുടെ മഹത്വം കൊണ്ട് നമ്മുടെ ഈമാൻ ഊട്ടിയുറപ്പിച്ച് നൽകട്ടെ. അതോടൊപ്പം ഇന്നത്തെ കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈമാനിൻ്റെ പവറുകൊണ്ട് അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.